എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ക്രിക്കറ്റ് ആരാധകനും നെഞ്ചിടിപ്പോടെ ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ആ സുപ്രധാന നിമിഷം ഒടുവിൽ വന്നെത്തിയിരിക്കുകയാണ്. വെറുമൊരു മത്സരമെന്നതിലുപരി വികാരങ്ങളും പോരാട്ടവീര്യവും ചരിത്രവും പരസ്പരം മാറ്റുരയ്ക്കുന്ന 2026 T20 ലോകകപ്പിന്റെ ആവേശകരമായ കലാശ പോരാട്ടത്തിൽ സാക്ഷാൽ ടീം ഇന്ത്യയും ന്യൂസിലൻഡും നേർക്കുനേർ വരുകയാണ്. 140 കോടിയിലധികം വരുന്ന ഇന്ത്യക്കാരുടെ പ്രതീക്ഷകളും പ്രാർത്ഥനകളും ഇപ്പോൾ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന ആ മഹാസമുദ്രത്തിലാണ് അലയടിക്കുന്നത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും ഇതിഹാസ പരിശീലകൻ ഗൗതം ഗംഭീരിന്റെയും തന്ത്രങ്ങളുടെ ചിറകിലേറി സകല സമവാക്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തോൽവിയറിയാത്ത അശ്വമേധമായാണ് ഇന്ത്യ ഈ ടൂർണമെന്റിലെ തങ്ങളുടെ 4ാമത്തെ ഫൈനലിലേക്ക് തീപാറും കുതിപ്പ് നടത്തിയിരിക്കുന്നത്. മാർച്ച് 8-ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ത്രിവർണ പതാക വാനോളമുയർന്നു പാറിക്കഴിക്കണം എന്ന് തന്നെയാണ് ഓരോ ഭാരതീയന്റെയും ഏറ്റവും വലിയ സ്വപ്നം. എന്നാൽ നിങ്ങളെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യ കണക്കുകളും സത്യങ്ങളും ഈ പോരാട്ടത്തിന് പിന്നിലൊളിഞ്ഞിരിപ്പുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ അഹമ്മദാബാദ് സ്റ്റേഡിയം ഇന്ത്യയുടെ ഒരു കോട്ടയാണ്. ഇവിടെ കളിച്ച 10 T20 മത്സരങ്ങളിൽ 7ലും ഇന്ത്യ വിജയിച്ചപ്പോൾ 3 മാത്രമാണ് പരാജയപ്പെട്ടത്. മറുവശത്ത് ന്യൂസിലൻഡ് ഈ മൈതാനത്ത് കളിച്ച 2 മത്സരങ്ങളിലും അവർക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്നത് ഇന്ത്യയ്ക്ക് വലിയൊരു ആശ്വാസമാണ്. പക്ഷേ യഥാർത്ഥ വില്ലൻ ചരിത്രമാണ് സുഹൃത്തുക്കളെ. ഈ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലോ സൂപ്പർ 8-ലോ നേർക്കുനേർ വരാത്ത ഇവർ ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ലോകകപ്പ് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു ഇന്ത്യൻ ആരാധകന്റെയും ചങ്കിടിപ്പ് ഭയത്താൽ വർദ്ധിക്കും. കാരണം T20 ലോകകപ്പ് ചരിത്രത്തിൽ ഇന്നുവരെ ഇന്ത്യയ്ക്ക് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കൈപ്പേറിയ സത്യം തന്നെ. ഇതിനു മുൻപ് 3 തവണ ഇരുവരും T20 ലോകകപ്പിൽ ഏറ്റുമുട്ടിയപ്പോഴും വിജയം കിവീസിനൊപ്പമായിരുന്നു. 2007-ലെ ആദ്യ ലോകകപ്പിൽ 10 റൺസിനും 2016-ൽ സ്വന്തം നാട്ടിൽ വെച്ച് നടന്ന ലോകകപ്പിൽ 47 റൺസിനും അവസാനമായി 2021-ൽ 8 വിക്കറ്റിനുമാണ് ന്യൂസിലൻഡ് ഇന്ത്യയെ നിഷ്കരുളം തകർത്തെറിഞ്ഞത്. അതിലുപരി 2019 ഏകദിന ലോകകപ്പ് സെമിഫൈനലിൽ MS ധോണിയുടെ ആ ഹൃദയഭേദകമായ റണ്ണൌട്ടും കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ കണ്ണീരും ഇന്നും നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഇതൊരു വെറും ഫൈനലല്ല, മറിച്ച് കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വലിയ പ്രതികാരത്തിനുള്ള ഏറ്റവും മികച്ച വേദിയാണ്. ഈ മഹാപോരാട്ടത്തിനു മുൻപായി ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ തങ്ങളുടെ പ്രവചനങ്ങൾ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ടൂർണമെന്റിന്റെ തുടക്കം മുതൽ ഇന്ത്യയാണ് ഫേവറിറ്റുകളെന്നും ഇംഗ്ലണ്ടിനെതിരായ സെമിയിലെ പ്രകടനം ടീമിന്റെ ആത്മവിശ്വാസം കാണിക്കുന്നുണ്ടെന്നും പറഞ്ഞ രോഹിത് ശർമ്മ ദക്ഷിണാഫ്രിക്കയെ കിവീസ് തകർത്ത രീതി ഭയപ്പെടുത്തുന്നതാണെങ്കിലും 150 കോടി ജനങ്ങളുടെ ഹൃദയം തകർത്ത 2019 ലോകകപ്പ് സെമിയിലെ തോൽവിയുടെ വേദനയാകും ഈ ടീമിനെ കിരീടത്തിലേക്ക് നയിക്കുക എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യ ഇപ്പോൾ വളരെ അപകടകാരികളായ രീതിയിലാണ് ക്രിക്കറ്റ് കളിക്കുന്നതെന്നും വലിയ മത്സരങ്ങളുടെ അനുഭവസമ്പത്തും യുവത്വത്തിന്റെ ചോരത്തിളപ്പും ഒരുമിച്ചു ചേരുന്ന ഈ ടീമിനെ തോൽപ്പിക്കുക അസാധ്യമാണെന്നും ചൂണ്ടിക്കാണിച്ച MS ധോണി ഇന്ത്യ അവരുടെ സ്വാഭാവിക കളി പുറത്തെടുത്താൽ കിരീടം ഇന്ത്യയിലേക്ക് തന്നെ വരുമെന്ന് പ്രവചിക്കുന്നു. നിലവിലെ ഫോമും ബാറ്റിംഗ് ബോളിംഗ് മികവും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരുപടി മുന്നിലാണെന്നും വ്യക്തിഗത മികവിൽ മത്സരം ജയിപ്പിക്കാൻ കഴിയുന്ന താരങ്ങൾ ഇന്ത്യയ്ക്കൊപ്പമാണെന്നും ജോസ് ബട്ട്ലർ പറയുമ്പോൾ ന്യൂസിലൻഡിനെ ഒരിക്കലും കുറച്ചു കാണരുതെന്നും അവർ വളരെ ശാന്തരായി കളത്തിൽ നിന്ന് തന്ത്രങ്ങൾ കൃത്യമായി നടപ്പിലാക്കി എതിരാളികളെ ഞെട്ടിക്കാൻ കഴിവുള്ളവരാണെന്നും ട്രാവിസ് ഹെഡ് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ വലിയ മത്സരങ്ങളിൽ ന്യൂസിലൻഡിന്റെ ട്രാക്ക് റെക്കോർഡ് മികച്ചതാണെന്നും ഇന്ത്യ ഒരു ചെറിയ പിഴവ് വരുത്തിയാൽ പോലും കിവീസ് അത് മുതലെടുക്കുമെന്നും അതിനാൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ന്യൂസിലൻഡ് വിജയിക്കാനാണ് സാധ്യതയെന്നാണ് പാക് ഇതിഹാസം ഷാഹിദ് അഫ്രീദിയുടെ പ്രവചനം. പ്രമുഖരുടെ ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് നാളെ നടക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത ഒരു ജീവൻ മരണ പോരാട്ടമായിരിക്കുമെന്നാണ്. ഒരു കൂട്ടർ തങ്ങളുടെ അപരാജിത റെക്കോർഡ് കാത്തുസൂക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ മറുകൂട്ടർ 2019-ലെ കണ്ണീരിനും മുൻകാല പരാജയങ്ങൾക്കും പകരം ചോദിക്കാൻ കച്ചകെട്ടിയിറങ്ങുകയാണ്. എന്തുതന്നെയായാലും ഈ മഹാപോരാട്ടത്തിന് നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ചരിത്രം വഴിമാറുമോ അതോ അഹമ്മദാബാദിൽ വീണ്ടും ആവർത്തിക്കുമോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ആര് കപ്പുയർത്തും, ഇന്ത്യയോ അതോ ന്യൂസിലൻഡോ? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.